നമ്മളോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം വാർഡിലെ UDF സ്ഥാനാർത്ഥിയാണ് സരള റാണിയാണ് നമുക്കൊപ്പം ഉള്ളത്. എന്താണ് ഇവിടുത്തെ രാഷ്ട്രീയ സ്ഥിതി എന്ന് ചോദിച്ചറിയാം. ഇത് ആരുടെയും കുത്തകയല്ല, കമ്മ്യൂണിസ്റ്റിന്റെയോ കോൺഗ്രസിന്റെയോ BJPയുടെയോ കുത്തകയല്ല. നിലവിൽ BJP കൗൺസിലറാണ് ഭരിക്കുന്നതെങ്കിലും കോൺഗ്രസിന് വളരെ പെട്ടെന്ന് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വാർഡല്ലേ? അതെ അതെ വാർഡാണ് ഇത്. നേരത്തെ കോൺഗ്രസിൻ്റെ ഒരു വാർഡ് തന്നെ ആയിരുന്നു. ഇപ്പോഴത് കഴിഞ്ഞ പ്രാവശ്യം BJP ഒന്ന് തിരിച്ചു പിടിക്കാനുള്ള ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. പ്രചരണം നമുക്ക് എത്ര ഘട്ടം വരെ എന്താണ് പ്രതീക്ഷ? 3rd റൗണ്ട് ആയി, 3ാമത്തെ റൗണ്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. പ്രചരണം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പൊതുജനങ്ങളുടെയൊക്കെ റെസ്പോൺസ് എന്താണ്? പൊതുജനങ്ങൾ നല്ല അഭിപ്രായം വരുന്നത് നമ്മൾ വരണമെന്നും UDF തന്നെ വന്ന് ഭരിക്കണമെന്നും ഒരുപാട് വീട്ടുകാർ പറയുന്നുണ്ട്. ഓരോരുത്തരുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വന്നാൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ എന്ത് മാറ്റങ്ങളാണ്, അല്ലെങ്കിൽ ഇത്രയും വർഷം എന്താണ് ഇവിടെ ഇല്ലാതെ പോയത്? പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ? ഇപ്പം വരികയാണെങ്കിൽ നമുക്കിപ്പോൾ റോഡുകളെല്ലാം ഒരുപാട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. അതൊക്കെ ശരിയാക്കുക. പിന്നെ കുടിവെള്ള പ്രശ്നങ്ങളുണ്ട്. പല വീടുകളിലും പല സ്ഥലങ്ങളിലും കുടിവെള്ളം കിട്ടാറില്ല. ആ പ്രശ്നം പരിഹരിക്കുക. പിന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തുന്നില്ല, അതിനെ ശരിയാക്കുക. പിന്നെ തെരുവ് നായ്ക്കളുടെ ശല്യം ഭയങ്കരമാണ്. ഏറ്റവും ഫസ്റ്റ് അതാണ് നോക്കേണ്ടത്. തെരുവ് നായ്ക്കൾ രാവിലെ ആർക്ക് നടക്കാൻ പോകാനോ വൈകുന്നേരം നടക്കാനോ പറ്റത്തില്ല. കൊച്ചു കുട്ടികളെ വരെ നായ്ക്കൾ കടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനെ നമ്മൾ വേറൊരു സ്ഥലം കണ്ടുപിടിച്ച് പുനരധിവസിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നേരത്തെ തന്നെ കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും ഗ്ലാമറസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടത് കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായിരുന്നു ശബരിനാഥനായിരുന്നു. അപ്പോൾ ശബരിനാഥിൻ്റെ സ്ഥാനാർത്ഥിത്വം ശാസ്തമംഗലം ഉൾപ്പെടെയുള്ള മറ്റു വാർഡുകളെ സ്വാധീനിക്കാൻ തോന്നുന്നുണ്ടോ? പിന്നെ എൻ്റെ തൊട്ടടുത്തുള്ള വാർഡാണ് ശബരിനാഥ്. അദ്ദേഹം വന്ന അദ്ദേഹം യുവ നേതാവാണ്. അദ്ദേഹം നല്ല കഴിവുള്ളവരാണ്. മുൻ MLA ആയിരുന്നു. അദ്ദേഹത്തിന് സ്ഥാനത്ത് ഇവിടെ നല്ലവണ്ണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. മേയറായി വരുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നല്ലൊരു ഈ നഗരം നല്ല മാറ്റം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇടതുപക്ഷത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ സ്വർണ്ണക്കൊള്ള വലിയ വിവാദമായി നിൽക്കുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കോർപ്പറേഷനിലെ 2 ആത്മഹത്യകൾ, പടലപ്പിണക്കം, ഇതെല്ലാം പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ ഇതെല്ലാം കോൺഗ്രസിന് അനുകൂലമാകും എന്ന തരത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വരികയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തത്. ആ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം കോൺഗ്രസിന്റെ വോട്ടിൽ വിള്ളലുണ്ടാക്കുമെന്ന് കരുതുന്നു? ഇല്ല, അതൊന്നും ഇതിൽ ബാധകമൊന്നുമല്ല. ഇതൊക്കെ വേറെ കാര്യം. ഇത് വേറെ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ 2ാം പിണറായി സർക്കാരാണ് ഭരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് കോൺഗ്രസിന് അനുകൂലമായ ഒരു വോട്ടായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറും. തീർച്ചയായും മാറും. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് സാധനങ്ങളുടെ ഭയങ്കര വിലയാണ്. പിന്നെ എല്ലാം ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. UDF ഭരണം വരുമ്പോൾ നല്ല നല്ല മാറ്റങ്ങൾ ഒത്തിരി ഉണ്ടാവും. പിന്നെ നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം UDF വെറും 10 സീറ്റിലാണ്, 3ാം സ്ഥാനത്താണ്. BJP ക്യാമ്പുകൾ പറയുന്നത് ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ താമര വിരിയുമെന്നാണ്. അപ്പോൾ എന്താണ് അതിനെപ്പറ്റി? നമ്മൾ UDF ഒരു 50 സീറ്റ് വരെ പിടിക്കുന്നുള്ളതാണ് നമ്മുടെ ഒരു കണക്കൂട്ടൽ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ എന്താണ് ഈ കോർപ്പറേഷൻ്റെ ചുമതല മുഴുവൻ K മുരളീധരനാണ്. അപ്പോൾ വളരെ ഐക്യകണ്ഠേന തീരുമാനങ്ങൾ എടുക്കുന്നു, വളരെ പെട്ടെന്ന് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. അപ്പോൾ അതൊക്കെ അനുകൂലമാകുന്നു വരുന്നു. പിന്നെ തീർച്ചയായും അനുകൂലം. അദ്ദേഹത്തിൻ്റെ സാധ്യതകൾ തന്നെ പെട്ടെന്നാണ് നമ്മളുടെ എല്ലാം പേരുകൾ പെട്ടെന്ന് പ്രസിദ്ധീകരിച്ചത്. അതുകൊണ്ട് അതിൻ്റെതായ വർക്കുകൾ നല്ലവണ്ണം മുന്നോട്ട് പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ നല്ലവണ്ണം മുന്നോട്ട് പോകാൻ കഴിയും. BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു IPS ലെവലിലുള്ള ശ്രീലേഖയാണ് എതിർ സ്ഥാനാർത്ഥി. അപ്പോൾ ഇതിപ്പോൾ നിലവിൽ BJPയുടെ കയ്യിലാണ് ഈ വാർഡ്. അപ്പം അത് എന്താണ്, എങ്ങനെയാണ് കാണുന്നത്? അത് സാരമില്ല, നമ്മൾ തിരഞ്ഞെടുപ്പല്ലേ. ആരായാലും വന്നാലും നമ്മൾ മത്സരിക്കുമ്പോൾ ഒരാൾക്ക് വിജയമുണ്ടാകുന്നത്. അത് നമ്മൾ റിസൾട്ട് വരുമ്പോൾ കണ്ടറിയാം ആരാണ് ജയിക്കുന്നതെന്നൊക്കെ. അത് സാരമില്ല. BJPയിലെ ശ്രീലേഖ വന്നുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നല്ല ഇതാണ്. നമുക്ക് മുന്നോട്ട് പോകാൻ ശാസ്തമംഗലം വാർഡ് നേരിടുന്ന മറ്റെന്തെങ്കിലും ജനകീയ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഒത്തിരി മാലിന്യങ്ങൾ റോഡിൽ കൂടെ ഉണ്ട്. കാരണം വേസ്റ്റുകളെല്ലാം കൊണ്ട് ഡംപ് ചെയ്യുന്നുണ്ട്. ആ ഡംപ് ചെയ്യുന്ന നല്ല വേസ്റ്റ് നമുക്ക് കൃഷികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരം തിരിച്ചിട്ട് ബാക്കിയുള്ളവ നമ്മൾ സംസ്കരിച്ച് ഒരു പുതു തലമുറയ്ക്ക് അത് ജോലിയായി എടുക്കാൻ പറ്റും. കുറച്ച് ചെറുപ്പക്കാർക്കൊക്കെ നമുക്ക് ജോലി എടുക്കാനായിട്ട് സാധിക്കും. അതിനെ സംസ്കരിച്ചിട്ട് അതിനെന്തെങ്കിലും ചെയ്യാനായിട്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം വാർഡ് ആരുടെയും കുത്തകയുമല്ല, കോട്ടയുമല്ല. ചെറിയ മാർജിനിൽ കോൺഗ്രസിന് നഷ്ടമായതാണ്. എന്നാൽ ഇന്ന് നിലവിൽ BJP ഭരിക്കുന്ന ഈ വാർഡിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. മാലിന്യ പ്രശ്നം, തെരുവുനായകളുടെ പ്രശ്നം, അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ഇല്ലാതെയാക്കി അല്ലെങ്കിൽ ഇതിനൊക്കെ വലിയ മാറ്റം കൊണ്ടുവരുമെന്നാണ്
കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി സർല റാണി പറയുന്നത്. എന്തായാലും എല്ലാവിധ വിജയാശംസകളും നേരുന്നു.